കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ സമ്മർ കൂൾ ഫിയസ്റ്റ നറുക്കെടുപ്പ് സമ്മാന പദ്ധതിയിലൂടെ നേടൂ കൈനിറയെ സമ്മാനങ്ങൾ. കുടുംബിനി സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ സമ്മർ കൂൾ ഫിയസ്റ്റ. ഷോപ്പിംഗിന് ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പള്ളി, പട്ടാമ്പി, ഷൊർണൂർ. കുലിക്കല്ലൂർ നെല്ലായ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. വേനൽ രൂക്ഷമാകുമ്പോഴും കുടിവെള്ള വിതരണം മുടങ്ങുകയാണെന്ന് ആരോപിച്ചായിരുന്നു സമരം. കുലുക്കല്ലൂർ നെല്ലായ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നുമുള്ള ജലവിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടും കുടിവെള്ള പൈപ്പുകളുടെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു കുലുക്കല്ലൂർ നെല്ലായ പഞ്ചായത്തുകളിലെ UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. 3 ആഴ്ച കൂടുമ്പോൾ മാത്രമാണ് പല പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തുന്നത്. പലതവണ ഉദ്യോഗസ്ഥരുമായി പ്രശ്നം ചർച്ച ചെയ്തുവെങ്കിലും നടപടി ഉണ്ടായില്ല. ഇരു പഞ്ചായത്തുകളിലും ഭരണം മാറിയതുകൊണ്ട് കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. ഇതിനെ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്നും ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തി. വാട്ടർ അതോറിറ്റി ഓഫീസിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തമ്മിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വാക്കേറ്റവും ഉണ്ടായി. വെള്ളം കിട്ടുന്നില്ലെങ്കിൽ വെള്ളം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആരുടെ? ജനപ്രതിനിധികളാണ്. നിങ്ങൾ വെള്ളം തന്നിട്ട് വെള്ളം കൊടുക്കാൻ സൗകര്യം അല്ല. ഞാൻ നോക്കട്ടെ, ഇത്ര ദിവസമില്ലാത്ത വെള്ളത്തിന്റെ പ്രശ്നം ഈ സമരം പ്രഖ്യാപിച്ചപ്പോ ഇന്നലെ ഇന്ന് എങ്ങനെയാണ് സമ്മതിച്ചേ പറ്റൂ? അല്ലെങ്കിൽ വേണ്ട വെള്ളം ഫുള്ള് കട്ട് ചെയ്തേ. കുടിവെള്ളത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. കഴിഞ്ഞ ദിവസം UDF ജനപ്രതിനിധികൾ സമരം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് കുടിവെള്ളം ലഭ്യമായ സ്ഥിതിയുണ്ട്. എന്നാൽ 1 മാസത്തിലേറെയായി കുടിവെള്ളം ലഭ്യമായിരുന്നില്ലെന്നും ഇപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുമാണ് ജനപ്രതിനിധികളുടെ ചോദ്യം. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നും കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ പഞ്ചായത്തില് സമ്പൂർണ്ണ കുടിവെള്ളം എത്തിയതായിട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അതിനിവര് കൂട്ടുന്നു, മന്ത്രി വന്നിട്ട് അതിനിവര് കൂട്ടുന്നു, ഇതിന്റെ അകത്തുള്ള ഉദ്യോഗസ്ഥന്മാരും കൂട്ടുന്നു. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എല്ലാ ഭാഗത്തും എത്തി എന്ന് മന്ത്രി അബ്ദുറഹ്മാനും മന്ത്രി രാജേഷും വന്നിട്ട് പ്രഖ്യാപിച്ചു പോയി പഞ്ചായത്തിന്റെ മുമ്പിൽ. അവിടെ വെള്ളത്തിലുണ്ട് എല്ലാ ഭാഗത്തും. എന്നിട്ട് ആ മിനി കുടിവെള്ള പദ്ധതി നിർത്തി വെച്ചു. ഇപ്പൊ മിനി കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കാനും പാടില്ല, സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എത്തിയിട്ടുമില്ല. ഈ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ പുതിയ ഭരണസമിതി അധികാരത്തിലേക്ക് വന്നത്. ഇത് ശരിക്കും പരിഹരിക്കേണ്ടതിന് പകരം ഇപ്പൊ അതിന്റെ കോപ്പി തരാം. മിനി കുടിവെള്ള പദ്ധതി, സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പ്രഖ്യാപിച്ചിരുന്നതാ ബഡ്ജറ്റിന്റെ കോപ്പി കാണിക്കുന്നത്. ബഡ്ജറ്റിന്റെ കോപ്പി ഞാൻ കണ്ടോ? മിനി കുടിവെള്ള സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പ്രഖ്യാപിച്ചതാണ്. 2 മന്ത്രിമാരും എന്നിട്ടാണ് പ്രഖ്യാപിച്ചത്. എന്നിട്ട് അതൊന്നും ഇല്ലാതെ ഇപ്പോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ വാർഡുകളിൽ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മുളയകാവ് സെന്ററിൽ പുറമത്ര, അതുപോലെ എറവത്ര, നാട്യമംഗലം, പറമ്പൽപ്പടി, പറമ്പിൽ പ്രദേശം, ഈ പ്രദേശങ്ങൾക്കൊന്നും വെള്ളം എത്തൂല. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ പോകാൻ നോക്കിയത് 5 മാസത്തേക്കുള്ളൂ. അത് കാണിച്ചു കൊടുത്താൽ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. അത് നേരാക്കാൻ യാതൊരു കൂട്ടയൊരു ഭാഗത്തില്ല. നെല്ലായിലെയും കുൽക്കല്ലൂരിലെയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണം മാറിയൊരു കാരണം കൊണ്ട് അത് ഞങ്ങളുടെ മേലേക്ക് കുതിരകയറാൻ വന്നാൽ ഒരു കാരണവശാലും ഇത് പൊറപ്പിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഈ മെമ്പർമാരും ഞങ്ങൾ പിന്നെ ഉത്തരവാദപ്പെട്ടവരും ഈ സമരമായി. ഇത് നോക്കേണ്ടത് MLA ആണ്, ഇത് നോക്കേണ്ടത് നിങ്ങളുടെ മന്ത്രിയാണ്. ഞങ്ങൾക്ക് നാളെ മുതൽക്കാൻ ഒന്നുകിൽ അവിടെ വെള്ളം തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങള് പഞ്ചായത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം അടിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും വെള്ളം അടിക്കും. ഇന്ന് 2 വണ്ടിയെ ഓടും പഞ്ചായത്തിൽ. എല്ലാവരും 2 റോഡുണ്ട്. 15 ദിവസമായി ഓളം നോക്കിയിട്ട് നിങ്ങളെ വെള്ളം നിങ്ങൾ കാത്തിക്കുന്നില്ല. അതിന്റെ വാദം ഞങ്ങൾക്കുണ്ട്. ഈ വാദം ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ്. ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ് ഈ സമയം. തന്റെ വീട്ടിലടക്കം കുടിവെള്ളം ലഭ്യമാവാത്ത സ്ഥിതിയാണുള്ളതെന്ന് നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനീറ ബാനു പറഞ്ഞു. പലതവണ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷനുകൾ പഞ്ചായത്തുകളിൽ നിന്നും വിച്ഛേദിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്നും അവർ സൂചിപ്പിച്ചു. ഞങ്ങൾ 3-4 പ്രാവശ്യം എയിനി പിന്നെ അവർ പറഞ്ഞത് KCBയിൽ പിന്നെ വോൾട്ടേജ് പ്രശ്നമാണ് പറഞ്ഞിട്ട് KCB പോയിട്ട് അവിടുത്തെ എയിനി ഓർസിറൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ 3-4 പ്രാവശ്യം പഞ്ചായത്തിൽ മീറ്റിംഗ് കൂടാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ എ വന്നിട്ടുണ്ടെങ്കിൽ എയ്ക്കൊന്നും മിണ്ടാനില്ല. അവർ പറയുന്ന കാരണങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ല.
അവിടെ നിന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരോട് പറഞ്ഞു ഒരു ദിവസം ഫുള്ള് ഒരു ഭാഗത്തേക്ക് വെള്ളം തിരിക്കും, എന്നാലേ ആ ഭാഗം കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിന് സമ്മതമല്ല. അപ്പൊ അവിടേക്കും കിട്ടൂല ഇവിടേക്കും കിട്ടൂല. 25 ദിവസമായി എൻ്റെ വാർഡിലേക്ക്, എൻ്റെ ഭാഗത്തേക്ക് ഞാനടക്കം പിന്നെ മാസ്റ്റർ പറഞ്ഞ പോലെ, പിന്നെ പുലിക്കല്ലൂർ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ കുടിവെള്ളം നന്നായിട്ട് ഞങ്ങൾ 2 നേരം ജനങ്ങൾ പിന്നെ ബില്ലടച്ചിട്ട് ഞങ്ങളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആ കുടിവെള്ള പദ്ധതി നിർത്തിയിട്ട് ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി എല്ലാവർക്കും കുടിവെള്ളം എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വെള്ളം എന്ന് പറഞ്ഞിട്ട് കണക്ഷൻ തന്നതായിരുന്നു. അത് കാരണം എനിക്കടക്കം കുടിവെള്ളമില്ല. 25 ദിവസമായി വെള്ളം കിട്ടിയിട്ട് ഞാൻ ആ കാര്യം ഞാൻ എയിനെ വിളിച്ച് പറഞ്ഞതാണ്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തി, ഇവിടെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 2 വണ്ടി ടാങ്കർ വെള്ളം ഇപ്പം അടിക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈ കണക്ഷൻ കട്ട് ചെയ്യുക, ഫുള്ള് നെല്ലായ പഞ്ചായത്തിലെ കണക്ഷൻ ഫുള്ള് കട്ട് ചെയ്യുക. ഇവർ കറക്റ്റായിട്ട് ഒരു ദിവസം ഇവർ വൈകൂല. ഈ വെള്ളം എടുത്തിട്ടില്ലെങ്കിൽ ഇവർ ബില്ല് വാങ്ങിക്കാൻ വരുന്നുണ്ട്. ആ കറക്റ്റ് ഡേറ്റിന് ഇവർ ബില്ല് വാങ്ങിക്കാൻ വരുന്നുണ്ട്. 2 ദിവസത്തിനകം നടപടി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിയുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഭാഗത്തുനിന്നുള്ള വിഷയങ്ങളും ജനപ്രതിനിധികളെ ധരിപ്പിച്ചു. സമരത്തിൽ കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസിത സൂരജ്, സ്ഥിരസമിതി അധ്യക്ഷൻ രാജൻ പൂതനായിൽ, നിസാർ മപ്പാട്ടുകര, സുനിത രാജൻ, മറ്റു അംഗങ്ങൾ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP രാമകൃഷ്ണൻ, ഈ അമ്പിളി, PT സന്തോഷ്, ആശാ നുസൈബ, പ്രിയ മധു ഉൾപ്പെടെയുള്ള ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പങ്കെടുത്തു.